ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചാനൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. മുമ്പ് നമ്മൾ നമ്മുടെ ചാനൽ കമ്മ്യൂണിറ്റിയിലിട്ട് അന്ന് ഒരു സബ് പോലും ഇല്ലാത്ത സമയത്ത് നമ്മൾ കമ്മ്യൂണിറ്റിയിലിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നൊരു ചാനൽ ഉണ്ടായിരുന്നു. അന്ന് അതിന്റെ പേര് വോയിസ് ഓഫ് ട്രൂത്ത് എന്നായിരുന്നു. ഇപ്പോഴും പേര് അതേ കണക്കൊക്കെയാണ് ഇട്ടേക്കുന്നത്. പക്ഷെ അതിന്റെ പേരിൽ ശകലം മുംതാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെയാണ്. പക്ഷെ അവരുടെ പ്രവൃത്തികൾ വെച്ച് ഇപ്പൊ ആ ചാനലിനെ പൊതുവെ വിളിക്കുന്നത് വോയിസ് ഓഫ് സെപ്റ്റി ടാങ്ക് എന്നാണ്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. സെപ്റ്റി ടാങ്ക് എന്ത് ചെയ്യുന്നു അതാണ് ഇപ്പൊ അത് ആ ഒരു ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഷബീന എന്ന് പറയുന്ന നമ്മളെ തെർത്താത്തേനൊക്കെ വിളിക്കുന്ന അവരെ തെർത്താത്തേനൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. അവരോട് ക്ഷമ ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാര്യം അവരൊന്നും വിളിക്കുന്ന ഒന്നുമല്ല. ഇത് അമ്മാതിരി തെറി, വാ തുറന്ന തെറിയൂടെ തെറി, വാ തുറന്ന തെറി, അപ്പൻ അമ്മ കൊച്ചു പിള്ളേര്, ഇങ്ങനെ തെറിയൂടെ വിളിയ. എന്നാൽ അവർക്കൊരു മകളുണ്ട്. ആ കുഞ്ഞിനെ തന്നെ അവർ സഹിക്കുമോ? കാര്യം പറയാം. ഇന്ന് ഞാൻ മറ്റൊരു ചാനലില്, ഈ ചാനലിലെ കുറെ പ്രവർത്തികൾ, നല്ല സൽപ്രവർത്തികൾ കാണിക്കുന്ന കണ്ടുകൊണ്ട് ഞാനൊരു കമന്റ് ഇട്ടു. ആ കമന്റ് ഇങ്ങനെ ആയിരുന്നു. ആ ചാനലിന്റെ പേര് ഇതല്ല, വോയിസ് ഓഫ് ഇതെന്നല്ല, ട്രൂത്ത് എന്നല്ല, പകരം വോയിസ് ഓഫ് എന്താ പറയുക, ശരിക്കും പേര് ചേരുന്ന പേര് ഈ വോയിസ് ഓഫ് സെപ്റ്റി ടാങ്ക് എന്ന് തന്നെയാണെന്ന് ഞാൻ കമന്റ് ഇട്ടു. ഇവരുടനെ എടുത്തു പറയുകയാണ് അവന്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞാണെന്ന്. അത് ജനിച്ച കുഞ്ഞ്, അതായത് പ്രായം എന്നൊരു വിഷയമല്ല. അവര് ജനിച്ചില്ലേ ഒന്നുള്ളതല്ല, കുഞ്ഞുങ്ങൾ എന്ത് സുഖമാണ്. ഇതിപ്പോ എന്താ പാണ്ഡിയ സംസ്കാരമൊക്കെ പഠിക്കുകയാണോ? ഞാൻ പാണ്ഡിച്ചയോടും പറയുകയാണ്, നിങ്ങൾ ഭേദമാണ് കേട്ടോ. ഇവളുടെ തെളിവിച്ച് നിങ്ങൾ ഭേദമാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ചേച്ചി നമ്മുടെ അയൺ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന അവര് ഈ ചാനൽ ഉണ്ടായപ്പം അവരുടെയും കൂടെ ചാനൽ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം അവരോട് ചോദിക്കുക, നീ ആരടീന്ന്? നന്ദികേടെന്ന് പറഞ്ഞ അതിന്റെ ഒരു ആദ്യത്തെ വാക്ക് മുംതാസ് എന്ന എഴുതി വെക്കേണ്ട ഒരു ഗതികേടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. കാര്യം എല്ലാ വിഷയങ്ങളും വന്നപ്പം പേഴ്സണലി ഇവര് കഴിഞ്ഞ ദിവസം ഒരു ഫേക്ക് ഐ ഡി വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ എന്നെ വിളിച്ചിട്ട് ഭയങ്കര തെറിവിളിയായിരുന്നു. നിങ്ങൾക്കറിയാം താത്തയുടെ വിഷയം, താത്ത എന്റെ വീട്ടിൽ വന്ന വിഷയം നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം. ആ സമയത്ത് പലർക്കും കാര്യം അറിയില്ല എന്തിനാ വന്നതെന്നുള്ളത്. ഈ മുംതാസ് എന്ന് പറയുന്ന സ്ത്രീ അവരുടെ വീട്ടിൽ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് തന്നു. ഞാൻ അവസാന നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഈ വീഡിയോയിലാണ് ഇത് പറയുന്നത്, ഞാൻ അവരെ ഇട്ട് കൊടുത്തില്ല. നേരെ മറിച്ച് അവർ ഒരു ഫേക്ക് ഐ ഡി എന്നൊരു കമന്റ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ എന്നെ വന്നിട്ട് അങ്ങോട്ട് തള്ളക്കി വിളിയും തുടങ്ങി. അമ്മാതിരി വിളിയുന്നേ. ഞാൻ പറഞ്ഞു തന്തയില്ലാത്തരം പറയരുത്, നമുക്ക് അത്രേ പറയാക്കൂ, തന്തയില്ലാത്തരം പറയരുതെന്ന് ഞാനും പറഞ്ഞു. പിന്നെ അങ്ങോട്ട് തെറിവിളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നീ വിളിച്ചോ, അത് നിന്റെ സ്റ്റാൻഡേർഡ് ആണെന്നുള്ള രീതിയിൽ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ്, നിങ്ങൾ അത് കിടപ്പുണ്ട്, അതിനകത്ത് ആദ്യം ഇട്ടത്, ഇപ്പൊ അവസാനം ഇട്ടല്ല, ആദ്യം ഇട്ടത്, അതിനകത്ത് എന്ത് വൃത്തികരമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ പുള്ളിക്കാരി പിന്നീട് അത് ചാനലിൽ വന്നിരുന്ന് തെറിവിളി തുടങ്ങി. അപ്പൊ ഞാൻ ഈ ചാനലിൽ പിന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതിനകത്ത് വാതറന്ന തെറിയാണ്, എല്ലാത്തിനും തെറിയാണ്. ഇവരൊരു ചാനലിൽ പോയിരുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ പോയിരുന്നു. ആദ്യം ആ ഗ്രൂപ്പിൽ നിന്നാണ് എനിക്കും പരിചയം ഇവരെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടായി. ആ ഫ്രണ്ട് വഴി എന്നോട് സംസാരിക്കുമായിരുന്നു. ഞാനൊന്നും ഇവരെ ഇതുള്ള ആൾക്കാരെ ആരെയും ഞാൻ വിളിക്കാറില്ല. അവർക്ക് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇവര് ശ്രേയ ചേച്ചി ഒക്കെ ചേർന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ച് കൂട്ടായി ഒരു ചാനൽ ഒപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്നവര് നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്നവരുടെ പോയി നിന്നു. അത് കഴിഞ്ഞിട്ട് താത്തേറെ പോയി കൂട്ടുകൂടുന്നു. എന്നാൽ ഇവർക്കുള്ള വിഷയം എന്ന് പറഞ്ഞാൽ തനുജ എന്ന് പറയുന്ന വ്യക്തി ഇവരെ പറ്റി എന്തോ ഇവരുടെ വീട്ടിലെ ഒരാളെ കണ്ടു, അത് തോർത്തെടുത്തുവെന്നോ മറ്റോ ആക്കി എന്ന് പറയുന്നത്. നമുക്കതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം അറിയില്ല. ആ ഒരു വിഷയം മാത്രമാണ്. എന്നാൽ ഈ താത്ത എന്ന് പറയുന്ന വ്യക്തി ഇവർക്ക് ഹണി ട്രാപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവര് ഹണി ട്രാപ്പിൽ ഒരാളെ കൊന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വിഷയമല്ല. അത് അവരോട് പോയി കൂടിച്ചേർന്നു എന്ന് കുറച്ച് ദിവസം മുമ്പ് ചീത്ത വിളിയായി. അത് താത്ത ചീത്ത വിളിച്ചങ്ങ് തോപ്പിച്ചെന്നേ. ഷബീനകത്ത
നിങ്ങൾ ഭേദമാണ് കേട്ടോ, സീരിയസ് ആയിട്ടും പറയുന്നത്. കാര്യം അവരൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ചാനലിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുമ്പോൾ ആരുടെയും പേഴ്സണൽ ഗ്രേജ് മാത്രമായിട്ടല്ല ചെയ്യുന്നത്. അവർ പല കാര്യങ്ങളും റിയാക്ട് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ റെലവെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ താത്ത സംസാരിക്കുന്നുണ്ട്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്ത് മനസ്സിലാക്കും. നമുക്കിപ്പം താത്തയോട് ഒരു ഇതില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അവർ തെറി വിളിക്കുന്നതിനാണ് എതിർപ്പ്, അല്ലെങ്കിൽ അവർ ഈ കാണിക്കുന്ന തെറി വിളിക്കുന്നതും കൊച്ചു പിള്ളേരെ പറയുന്നതിന് മാത്രമേ നമുക്ക് എതിർപ്പുള്ളൂ. ബാക്കിയുള്ള ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ഒരുപാട് എഴുതി വെച്ച് സംസാരിക്കാറുണ്ട്. അത്രയൊന്നും ആധികാരികമായിട്ട് എനിക്ക് പോലും സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം ഞാൻ പറയുകയാണ്, അവർ തെറി വിളിച്ചില്ല, ഇപ്പൊ ഈ വീട്ടിൽ ഇരിക്കുന്നവരെയും തെറിയൊന്നും വിളിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മോസ്റ്റ് നമ്പർ 1 ലേഡി യൂട്യൂബർ അവരാവണം. കാര്യമാണ്, അവര് ശത്രുവാണെങ്കിൽ പോലും അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അപ്പൊ എന്ന് കരുതി ഇതിനകത്ത് ആരെങ്കിലും പറയരുത് നമ്മളിനി അവരോട് കൂടിയെന്നോ, അങ്ങനൊന്നുമില്ല. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. സമ്മതിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടി ഇതല്ല, അതാണ് സത്യം നമ്മൾ ഇതാക്കി വെക്കൂ. നേരെ മറിച്ച് ഈ വോയിസ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന മുംതാസിന്റെ ചാനലിലൊക്കെ ഒരാളോടുള്ള ഗഡ്ജ് അവരെ അങ്ങ് ഇല്ലാതാക്കണം. ഈ സ്ത്രീക്ക് എന്നോടുള്ള വിരോധം, അവര് പറയുന്നത് ഞാൻ ഈ പറയുന്ന പാണ്ടിച്ചൂടുള്ളത് അത് അവരോട് ആദ്യമേ പറഞ്ഞു, കിട്ടുന്നത് പോയി വാങ്ങിക്കോളെ. പക്ഷെ ഇപ്പൊ മനസ്സിലായി ഇനി പാണ്ടിച്ചിക്ക് വല്ലതും കിട്ടുമെന്നേ ഉള്ളൂ സംശയം. ഇവള് കാരണം ഇനി അവർക്ക് വല്ലതും പറ്റുമെങ്കിലേ ഉള്ളൂ. കാര്യം അമ്മാര് തെറിവിളിയാണ്. ഇവളുടെ ഒന്നും പിടിച്ചിരിക്കാൻ ഒരു മനുഷ്യർക്ക് പറ്റത്തില്ല, നമ്മളെ കൊണ്ട് തീർത്തും പറ്റത്തില്ല. പിന്നുള്ള ഭീഷണി എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറുന്നൊക്കെയാണ്. വീട്ടിൽ കയറുന്നതിന്റെ കർണം അടിച്ചു പൊളിയും. അപ്പൊ അതേക്കല്ലോ നമ്മളിന്ന് വന്നിട്ട് തെറിയൊന്നും വിളിക്കണ്ടല്ലോ, കർണം അടിച്ചു പൊളിക്കും. അങ്ങനെ കുറെ ഭീഷണിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ താത്ത പണ്ട് ചെയ്ത കണക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവളുടെ പരിപാടി. അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു യൂട്യൂബർ വളർന്നു വരികയാണ്. ഇങ്ങനെ കുറെ സ്ത്രീകളുണ്ട് സമൂഹത്തിൽ. ഒന്ന് കെട്ടും, അവനെ കളയും, അടുത്തതിനെ കെട്ടും, അവനെ കളയും, പിന്നെ കുടുംബം അങ്ങോട്ട് ഉപേക്ഷിക്കും, എന്നിട്ട് അങ്ങോട്ട് തെറി വിളിക്കും. കാണുന്നവരെ എല്ലാവരും വേശികളാണ്. ഈ ചേച്ചി അവിടെ ഒരു കമന്റ് ഇട്ട് അവരെ എല്ലാ രീതിയിലും സഹായിച്ച് നിന്നവര്, ഇവരുടെ കൂട്ടത്തിൽ ഏറെ ഒരു തണ്ടി, ഞാൻ അതിന്റെ പേര് പറയുന്നില്ല, നമ്മുടെ എനിക്കറിയാവുന്ന പയ്യനാണ്. അപ്പൊ അവനുമായിട്ട് എന്തോ സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ വേശ്യ. എന്നെ അറിയും, എന്നെ പരിചയമുണ്ട്. എന്റെ കമ്മ്യൂണിറ്റിയിലെ മറ്റോ കമന്റ് ഇട്ടു എന്നുള്ളൊരു കുറ്റമാണ് അവർ ചെയ്തത്. അല്ല തെറിയൊന്നും എഴുതി വെച്ചൊന്നും അല്ല, അവരങ്ങനെ തെറി എഴുതുന്ന കൂട്ടത്തിലും അല്ല. പിന്നെ അങ്ങോട്ട് ഇവരെന്താണോ അവരുടെ വർക്ക് വെച്ച് ചെയ്യുന്നത്, ഈ ഹോസ്റ്റലിൽ നടത്തുമ്പോൾ എന്താണോ ചെയ്യുന്നത് അതാണ് ഇവര് ചെയ്തതെന്നാണ് പറയുന്നത്. വേശ്യാവൃത്തി, അത് ഇത് മാടെ പോടെ. എന്താണ് മുന്താസ്, ഒന്നാ നന്നായി കൂടെ? അല്ല, ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നന്നാകത്തൊന്നുമില്ല. ഇതിന്റെ 10 ഇത്രയും കൂടെ നീ വിളിക്കും, അല്ല വിളിച്ചോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്കൊരു വീഡിയോ ഇട്ട് നമ്മൾ പറഞ്ഞു തരണമെന്നുള്ളത് ഒരു രീതിയിലും എനിക്ക് പൊതുവെ എന്റെ അനുഭവം ഞാൻ പറയാണ്. ഞാൻ ഈ പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ചെയ്ത് കൊടുത്ത ഇതേപോലെ സഹായിച്ച് കയറി വന്ന ഒരുപാട് ചാനലുകൾ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒന്ന് ഇപ്പൊ ഇവള്, അതേ കണക്ക് തന്നെ പാണ്ടിച്ചി, പിന്നെ മൈഥിലി സർക്കാർ എന്ന് പറയുന്നൊരു ചാനൽ, അങ്ങനെ കുറെ ചാനല്, ബാക്കി ഉള്ളവരെ നമ്മളെ ഉപദ്രവിക്കാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. അങ്ങനെ കുറെ ചാനലുണ്ട്. നിങ്ങൾക്ക് അറിയാം, ഒലിവായിട്ട് വിഷയമായിട്ടും ഒക്കെ വന്ന സമയത്ത് ഈ പറയുന്ന കുഞ്ഞു ചാനലുകളൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തിരുന്നു. അങ്ങനെ അവരൊക്കെ ആവശ്യ സമയത്ത് നമ്മളെ അടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത്, നമ്മളൊരു മനുഷ്യൻ്റെ ഒരു ഉപകാരം ചെയ്യാൻ പോകരുത്. അത് ഗുണമായാലും ദോഷമായാലും ചെയ്യാൻ പോകരുത്. ചെയ്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവരുടെ തെറി നമ്മളെ കേൾക്കേണ്ടി വരും. എന്ന് കരുതി ഞാൻ ചാനലുകളൊന്നും പ്രൊമോട്ട് ചെയ്യത്തൊന്നുമില്ലെന്ന് അങ്ങനൊന്നുമല്ല, ചെയ്യും. കാര്യം നമ്മളിതൊന്ന് എന്താ പറയുന്നത്, അവരിങ്ങനെ ആവണമെന്ന് വിചാരിച്ചല്ലല്ലോ നമ്മൾ ഒന്നും ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത്. അല്ല, ഇതിനകത്ത് പലരും ചോദിക്കുന്നുണ്ട് ഇവരോട് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇതാണ് സംഭവിച്ചത്. അവർക്ക് ഏതോ ഒരു കമന്റ് ബോക്സിൽ നിന്ന് മോശം ഒരു കമന്റ് വന്നു. അത് ഉടനെ ഈ പാണ്ടിച്ചി മാനിപ്പുലേറ്റ് ചെയ്ത് അതെന്റെ ആണെന്ന് പറഞ്ഞു. അതും എടുത്ത് കൂത്തി പിടിച്ചുകൊണ്ട് എന്നെ ചീത്ത വിളിച്ചു. ഞാൻ ഇവരായിട്ടുള്ള വിഷയമാണ് പറയുന്നത്. ചീത്ത വിളിച്ചതിന് ശേഷം ഇവരുടെ
എന്താ പറയുന്നത്, അതിനുശേഷം ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. എന്നെ ചീത്ത വിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ടല്ല, വേറെ വിഷയത്തെ പറ്റിയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത്. നമ്മൾ എന്തിനാണ് ഇത്ര ഒരാളെ കൊല്ലാൻ വേണ്ടിയുള്ള ഇത് സോഷ്യൽ മീഡിയ അല്ലേ. ഇവിടെ വന്ന് പരിചയപ്പെട്ടു നാല് ദിവസം കറണ്ട് ഇല്ലെങ്കിൽ തീരുന്ന വലിയ വിഷയങ്ങളെ ഇവിടെ ഉള്ളൂ, ഈ പൊതുസമൂഹത്തിലുള്ളൂ. നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയയിലെ ഇഷ്യൂ എല്ലാം 4 ദിവസം കറണ്ട് ഇല്ലെങ്കിൽ തീരും. നിങ്ങൾക്ക് സകല ആൾക്കാരുള്ള ഗ്രഡ്ജ് അത്രേ ഉള്ളൂ. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക. എന്തായാലും ഇത് പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ ഒരു 4 തെറി കാണും. ഇത് കണക്ക് ഇനി എന്നെ പറക്കാൻ പോകുന്ന കുഞ്ഞിനെ വരെ തെറി വിളിക്കും, അമ്മയെ വിളിക്കും, അച്ഛനെ വിളിക്കും. പിന്നെ എന്താ പറയുന്നത്, പട്ടിയുടെ മോനാണ് ഞാൻ, നിന്നെ പട്ടിയുടെ മോനെ എന്തായാലും വിളിക്കത്തില്ല. കാര്യം അതൊരു മുന്താസ അതൊരു ഈ പട്ടി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊരു നന്ദിയുള്ള ജീവിയാണ്. അതിനവർക്ക് നോക്കുകൊണ്ടെങ്കിലും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൊണ്ടെങ്കിലും അതിന് ഉപകാരമായിട്ടുണ്ടെങ്കിൽ അത് ആ ജീവി ഒരിക്കലും മറക്കില്ല. പക്ഷെ നീ അങ്ങനല്ല. നീ നിന്റെ കൂടെ നിന്നവരെ എല്ലാവരെയും ചതിച്ച് വഞ്ചിച്ച് പറ്റിച്ച് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് വെളിയിലിട്ട് ആണ് നീ ഇതുവരെ എത്തിയത്. നീ അത് ഇനിയും ചെയ്യും. നിന്നെ കൊണ്ട് അങ്ങനെ പറ്റൂ, അതിനപ്പുറത്ത് ഒന്നും പറ്റത്തില്ല. മനസ്സിലായോ? നിനക്ക് ആ ഒരു സ്റ്റാൻഡേർഡിൽ ജീവിക്കാനേ പറ്റൂ. സോ പറ്റുമെങ്കിൽ നന്നാവുക. ഇതിനുവേണ്ടി ഇതൊന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്തതാണ്. എനിക്ക് ഈ പറയുന്നവര് നിന്റെ കണക്ക് വന്ന് ലൈവ് എന്നിരുന്ന് ചീത്ത വിളിക്കുക. ഞാൻ ലൈവ് ചെയ്യുമായിരുന്നു, ചീത്തയും വിളിക്കുമായിരുന്നു. അത്ര വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും ചെയ്യാത്തത്. അപ്പോൾ ലൈവ് വരാത്തത് തന്നെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാൻ വേണ്ടിയാണ്. അധികം ആരെയും ഹേർട്ട് ചെയ്യണ്ട, ആരെയും വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചാണ് ലൈവ് ചെയ്യാത്തത്. അതേ കണക്ക് തന്നെ ഇതൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സംസാരങ്ങളുണ്ടാവും, വിഷയങ്ങളുണ്ടാവും. എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം ഇത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. പിന്നെ നമ്മൾ എഴുതുന്നതിലൊക്കെ കുറച്ച് മിതത്വമൊക്കെ നമ്മൾ എപ്പോഴും പാലിക്കും. പക്ഷെ ഇതങ്ങനല്ല. ഈ ലൈവിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെന്തെങ്കിലും പറയുന്നിടത്ത് നമ്മൾ പ്രകോപിതനായി എന്തെങ്കിലുമൊക്കെ വായി വരുന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെയൊക്കെ അപ്പനും അമ്മയ്ക്കൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട്. പക്ഷെ ഇതിനൊന്നും വാല് കൽപ്പിക്കാത്തവർ വെറുതെ വന്നിരുന്ന് മറ്റുള്ളവരെ ഇങ്ങനെ അപ്പനും അമ്മയ്ക്കും ഒക്കെ വിളിച്ച്, കൊച്ചു പിള്ളേരെ പോലും വിളിച്ച്, എന്നാൽ തനിക്ക് കുഞ്ഞുണ്ടെന്ന് പോലും ചിന്തിക്കാതെ, സോ ഭയങ്കര ബാഡായിട്ട് ഉള്ള കാര്യമാണ്. സോ പറ്റുമെങ്കിൽ തിരുത്തുക, പറഞ്ഞു എന്ന് മാത്രം. ഇനിയെങ്കിലും ജീവിതം നല്ലപോലെ ജീവിച്ചു കയറുക, അത്രേ പറയുള്ളൂ. അല്ല വേറെ ഒന്നും പറയില്ല. എന്ന് വെച്ചാൽ നീ അങ്ങ് നല്ലവനാണെന്നൊക്കെ ചോദിക്കും. അല്ല, നല്ലവനാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലവനാവണമെന്നെങ്കിലും ആഗ്രഹമുണ്ട്. ദുർകാലത്തിൽ നന്നാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നടക്കുന്നതൊന്നുമില്ല. എനിക്ക് നന്നായ കൊള്ളാന്നൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ സമ്മതിക്കുന്നില്ലല്ലോ. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.